കുന്നത്തുനാട്, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കുന്നത്തുനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി VP സജീന്ദ്രൻ, പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ എന്നിവരാണ് പത്രിക നൽകിയത്. ഇരുവർക്കുമൊപ്പം നേതാക്കളടക്കം നിരവധി പേർ ഉണ്ടായിരുന്നു. കുന്നത്തുനാട്, പെരുമ്പാവൂർ നിയോജക മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളായ VP സജീന്ദ്രൻ, മനോജ് മൂത്തേടൻ എന്നിവർ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പെരുമ്പാവൂർ ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ വിവിധ സംഘടനാ നേതാക്കളും ഭാരവാഹികളും സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവയ്ക്കാനുള്ള പണം കൈമാറി. ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ എൽദോസ് കുന്നപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹ്നാൻ MP യോഗം ഉദ്ഘാടനം ചെയ്തു. UDFന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ പെരുമ്പാവൂർ ശ്രീ മനോജ് മൂത്തേടനും കുന്നത്തുനാടിൽ ശ്രീ VP സജീന്ദ്രന്റെയും നാമനിർദ്ദേശ സമർപ്പണമാണ് ഇവിടെ നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് നിയോജകമണ്ഡലവും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ പോകുന്ന നിയോജകമണ്ഡലങ്ങളാണ്. കേരളത്തിൽ പൊതുവെ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തരംഗമാണ് നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും തകർന്നിരിക്കുന്ന കേരള സംസ്ഥാനത്തെ വീണ്ടെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ്. ഭരണപരമായും രാഷ്ട്രീയമായും തകർന്നിരിക്കുന്ന കേരളത്തെ രണ്ട് തലങ്ങളിലും വീണ്ടെടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഐക്യജനാധിപത്യ മുന്നണി ഏറ്റെടുക്കുന്നത്. ജനഹിതം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ആ ജനഹിതമായിരിക്കും ഈ പ്രാവശ്യത്തെ ജനവിധി. ആ ജനവിധിയിലൂടെ ഐക്യജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും. ശ്രീ മനോജും ശ്രീ സജീന്ദ്രനും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോജകമണ്ഡലത്തിൽ വിജയിക്കും എന്ന് ഞാൻ ഉറപ്പുന്നു. തുടർന്ന് പ്രകടനമായി താലൂക്ക് ഓഫീസ് എത്തിയ ശേഷം ഇരുവരും പത്രിക സമർപ്പിച്ചു. VP സജീന്ദ്രൻ കുന്നത്തുനാട് തഹസിൽദാരും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ ശ്രീനിവാസ് M-നെ പത്രിക നൽകി. മനോജ് മൂത്തേടൻ പെരുമ്പാവൂർ തഹസിൽദാരും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ മായ M-ന് പത്രിക സമർപ്പിച്ചു. VP സജീന്ദ്രനൊപ്പം ബ്ലോക്ക് പ്രസിഡന്റ് KV എൽദോ, പോൾസൺ പീറ്റർ, ജെയ്സൺ ജബ്ബാർ, നിയോജകമണ്ഡലം ചെയർമാൻ CP ജോയി, കൺവീനർ KH മുഹമ്മദ്, MP രാജൻ, MT ജോയി, MP തങ്കപ്പൻ, അബ്ദുൾ ജബ്ബാർ, സലീം പുത്തുക്കാടൻ, ഷമീർ തുകലിൽ തുടങ്ങിയ നേതാക്കൾ ഉണ്ടായിരുന്നു. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഭരണം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ കുന്നത്തുനാട്ടിലെ ജനങ്ങളും പിണറായി സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അതുകൂടാതെ ഒരു അരാഷ്ട്രീയ സംഘടന രൂപീകരിച്ചത് കുന്നത്തുനാട്ടിലാണ്. ആ സംഘടന 2020 BJP മുന്നണിയുടെ ഭാഗമായതോടുകൂടി അതിലുണ്ടായിരുന്ന ഏകദേശം മുഴുവൻ ആളുകളും എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ UDFന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ചരിത്ര വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം UDFന് അത്രമാത്രം അനുകൂലമായ സാഹചര്യം ഇപ്പോൾ കുന്നത്തുനാട്ടിൽ വന്നിരിക്കുകയാണ്. മുഴുവൻ UDFന്റെ പ്രവർത്തകരും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി രംഗത്ത് വന്നു. പെരുന്നാളിൻ്റെതായ കുറച്ച് അസൗകര്യങ്ങൾ കുറേ ആളുകൾക്കുണ്ടായിരുന്നു. ചെറിയ പെരുന്നാൾ കൂടി കഴിഞ്ഞതോടുകൂടി UDFന്റെ മുഴുവൻ ആളുകളും ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് കൺവെൻഷനാണ്. കൺവെൻഷനിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. നാളെ മുതൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം ആരംഭിക്കും. ഇതെല്ലാം മുഴുവൻ ആളുകളും സജീവമായി നേതൃത്വം കൊണ്ടുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് വലിയ വിജയപ്രതീക്ഷയാണ്, വലിയ ഭൂരിപക്ഷമാണ് ഞങ്ങൾ കണക്ക്. മനോജ് മൂത്തേടനൊപ്പം എൽദോസ് കുന്നപ്പള്ളി MLA, TM സക്കീർ ഹുസൈൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോയി പൂണേരി, ഷാജി സലീം, UDF നിയോജകമണ്ഡലം ചെയർമാൻ S ഷറഫ്, കൺവീനർ PK മുഹമ്മദ് കുഞ്ഞ്, നേതാക്കളായ ബിനോയ് അരിക്കൽ, NM സലീം, PV സുനിൽ, KP വർഗീസ്, അൽഫോൻസ ഡേവിസ്, അഹല്യ സദാനന്ദൻ, O ദേവസി തുടങ്ങി മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെയും പ്രമുഖർ ഉണ്ടായിരുന്നു. വലിയ ആവേശകരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് എല്ലായിടത്തും ലഭിക്കുന്നത്. പെരുമ്പാവൂർ UDFന്റെ ഉറച്ച കോട്ടയാണെന്ന് തെളിയിക്കുന്ന വലിയ അനുഭവങ്ങളാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കടന്നു നിന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എല്ലായിടത്തും വലിയ സ്വീകാര്യതയാണ്. മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ യാതൊരു അപസ്വരങ്ങളുമില്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി പെരുമ്പാവൂർ ജില്ലയിലെ ജനതയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രിയപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ, എല്ലാ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 9-ാം തീയതി കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള വലിയ പോരാട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പെരുമ്പാവൂരിലെ ജനത വിധി എഴുതുമ്പോൾ പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള വലിയ വിശ്വാസം എനിക്കുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ പിന്തുണയാണുള്ളത്. എല്ലാ തരത്തിലുമുള്ള ആളുകൾ UDFനെ സ്വീകരിക്കാൻ നിൽക്കുന്ന വേളയിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ഊർജിതമായി എല്ലാ സമയവും പരിപൂർണമായി മാറ്റിവെച്ചുകൊണ്ട് വളരെ ഊർജിതമായി UDFന്റെ മിഷനറി ചലിപ്പിച്ച് 9-ാം തീയതി വരെ പഴുതടച്ച പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.